ഈ പുഴയുടെ അപ്പുറത്ത് ഭാഗത്ത് കാണുന്നതാണ് അടൽ ടണൽ. ഈ ചെറിയ ബ്രിഡ്ജ് കയറി നമുക്ക് അപ്പുറത്തിലേക്ക് എത്താം. ഇവിടെ ഈ ടണലിൻ്റെ ഫോട്ടോ എടുക്കുന്നതിനും അതുപോലെ തന്നെ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഇവിടെ മാറിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം അവർ ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്. ഹിമാചൽ പ്രദേശിലെ ദേശീയപാത 3 ഈ റോത്താങ് ചുരത്തിന് കീഴിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹൈവേ ടണലാണ് ഇത്. 9.2 കിലോമീറ്റർ നീളത്തിൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10,000 അടി ഉയരമുള്ള പർവ്വത പ്രദേശമായ ഒരു സിംഗിൾ ട്യൂബ് ടണലും കൂടിയാണിത്. ലേയിൽ നിന്ന് മണാലിയിലേക്കുള്ള യാത്രയിൽ കിലോങ്ങിനും മണാലിക്കുമിടയിലുള്ള യാത്രാ സമയം, ദുർഘടമായ പാതയിലുള്ള യാത്രാ ദൂരവും തുരങ്കം കുറയ്ക്കുന്നു. മുമ്പ് 116 കിലോമീറ്റർ ദൈർഘ്യമുള്ള 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ എടുത്തായിരുന്നു ഈ റോത്താങ് ചുരം കൂടി സഞ്ചാരികൾ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ തുരങ്കം യാഥാർത്ഥ്യമായതോടെ പുതിയ റൂട്ട് 71 കിലോമീറ്ററായി കുറയ്ക്കുന്നു. യാത്രാ സമയവും വെറും 2 മണിക്കൂറിൽ പൂർത്തീകരിക്കാനും കഴിയുന്നു. ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ നമുക്ക് യാത്രാ സമയം ലാഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ തുരങ്കത്തിൻ്റെ ഇപ്പുറത്തെത്തി. വെറും 15 മിനിറ്റ് യാത്രയിലൂടെയാണ് നമ്മൾ തുരങ്കത്തിന് അപ്പുറത്തെത്തിയത്. ഇവിടെയും ധാരാളം ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ. അതുപോലെ തന്നെ ഈ റോത്താങ് ചുരത്തിലൂടെയുള്ള യാത്ര റോഡ് ഉപരോധങ്ങൾ, ഗതാഗത കുരുക്ക്, മഞ്ഞുവീഴ്ച എന്നിവ മൂലമുള്ള സാധ്യതയുള്ള പ്രദേശങ്ങൾ കൂടിയാണ്. ഇതെല്ലാം തുരങ്കം കുറയ്ക്കുന്നു. ഇതാണ് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. 2020 ഒക്ടോബർ 3 ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഈ തുരങ്കത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, അതായത് BRO ആണ് തുരങ്കം പൂർത്തിയാക്കിയത്. തുരങ്കം വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്നു. ഒത്തിരി വിനോദസഞ്ചാരികൾ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ എത്തിയിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. തുരങ്കത്തിൻ്റെ മുഴുവൻ നിർമ്മാണ ചെലവ് 3200 കോടി രൂപ ആയി എന്നാണ് കണക്കാക്കപ്പെടുന്നത്.